പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ. ഇന്ന് ഞായറാഴ്ച. മക്കളെ, ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു, സ്നേഹമുള്ളവരെ, എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട കഠിനോദ്ധാരം ചെയ്ത എൻ്റെ അപ്പൻ, എനിക്ക് വേണ്ടി അമ്മ ഭക്ഷിച്ചില്ലെങ്കിലും എനിക്ക് വേണ്ടി ഭക്ഷണം തന്ന എൻ്റെ അമ്മ. ഒരമ്മയുടെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞങ്ങളുടെയൊക്കെ പ്രായ കാലഘട്ടങ്ങളിൽ പാടത്ത പടിയമ്മ എടുക്കും, പശുവിനെ കിട്ടും, ആടുകളെ നോക്കും, പറമ്പ് കാര്യങ്ങൾ നോക്കുന്നു, വീടും കാര്യങ്ങളൊക്കെ നോക്കുന്നു. സ്നേഹിക്കാൻ മാത്രം അറിയുന്ന അപ്പനമ്മ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൻ്റെ അമ്മയുടെ മുഖം ഓർത്ത് നോക്കി. ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ അങ്ങനെ. ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോണം മോളെ. അല്ലെങ്കിൽ കുഞ്ഞുമക്കളെ നിങ്ങൾ കേൾക്കുന്നെങ്കിൽ നിങ്ങളുടെ അപ്പൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയുടെ കണ്ണിലേക്ക് നോക്കിയിരിക്കണം. എൻ്റെ ഈ ആരോഗ്യം എൻ്റെ ദൈവം എൻ്റെ അപ്പനെ കൊടുത്ത അധ്വാനത്തിൻ്റെ ഫലമല്ലേ? എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും സഹോദരിമാരല്ലേ? എന്നെ കേൾക്കുന്ന മോളെ, പഴയ കാലഘട്ടങ്ങളിൽ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊക്കെ ജനിച്ചത് 6-7 മക്കളുള്ള കുടുംബം. ഞങ്ങൾക്ക് പിന്നെ ഒരുപാട് കൃഷിയുണ്ട്. അന്ന് കൃഷിയുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഇന്നത്തെ ചിട്ടി എന്ന് പറയുന്നത് ഓരോ 3 പൂപ്പ് വർഷത്തിൽ 3 പ്രാവശ്യം നെൽകൃഷി. അതെല്ലാം ചിട്ടിയിൽ പോകുന്നല്ലൊക്കെ. നെല്ല് ഒരുപാടുണ്ട്. അത് ഉണക്കണം, പുഴുങ്ങണം, കുത്തിക്കണം, നെല്ലുത്തിക്കണം, അരി കൊണ്ടുവരണം, ചേറ്റണം, പാറ്റണം. ഇന്നത്തെ പോയ ഒരു അരി എടുത്തിരുന്നവരുടെ പോലെ അല്ല അന്ന്. പക്ഷേ അതും കിട്ടാനില്ല. ചിട്ടി വിളിച്ച് പോകുമ്പോൾ ഉള്ള നെല്ലളക്കുകയാണ്. 100 ചാക്ക് അല്ല 100 പറ അല്ലെങ്കിൽ 50 പറ നെല്ല് അളന്നെടുത്ത് പോവുകയാണ്. ഒന്നും ഉണ്ടാവില്ല. 6-7 മക്കള്. അപ്പം 9 പേരൊരു വീട്ടില്. നമ്മുടെ അമ്മയുടെ കഞ്ഞിക്കലത്തിൽ നിങ്ങൾക്കറിയില്ല, നിങ്ങളുടെ മാതാപിതാക്കളോട് ചോദിച്ചു നോക്ക്. അമ്മ നമുക്ക് കഞ്ഞി വിളമ്പി തരും. ഇന്നാർക്കും വേണ്ട കഞ്ഞിയാ, ചോറ, ബിരിയാണിയാ, ഒന്നും വേണ്ട. ആർക്കും ഒന്നും വേണ്ട. ഫാസ്റ്റ് ഫുഡും വേറെ പല കാര്യങ്ങളുമാണ്. അൽഫാം ഫിൽഫാം അതും വേണ്ടെന്ന് തോന്നും ചിലർക്ക്. എന്നാൽ നിങ്ങളുടെ അപ്പനോടും അമ്മോടും ചോദിച്ചു നോക്കണം. ആ കാലഘട്ടത്ത് ഒരു 10-40 വർഷം മുമ്പുള്ള കാലഘട്ടം. മക്കളെ, ദാരിദ്ര്യവും കഷ്ടപ്പാടും നിറഞ്ഞ നമ്മുടെ മാതാപിതാക്കൾ മക്കളെ അറിയിക്കാറില്ല. അവർ പട്ടിണി കിടന്നാലും നമ്മളെ തീറ്റിപ്പോറ്റുന്ന നമ്മുടെ മാതാപിതാക്കൾ. പരിശുദ്ധ അമ്മ പുത്രന് വേണ്ടി, യേശുവിന് വേണ്ടി നീതിമാനായ യോസേപ്പിതാവും മാതാവും എന്താ ചെയ്ത്? ഇവിടെ നമ്മുടെ പോകാൻ പറയുമ്പോൾ പാതരാക്കി മഞ്ഞത്തും കൊണ്ട് പോകുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കാവൽ ദൈവദൂതനെ വിട്ട് അവർ രക്ഷപ്പെടുത്തുന്നു. ഓരോ കുഞ്ഞിനും വേണ്ടി, അല്ലെ ആ കുഞ്ഞിനെ വധിക്കും മുന്നറിയിപ്പ് കൊടുക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മളാകുന്ന കുഞ്ഞുങ്ങളെ കാക്ക കൊണ്ടാവാതെ, അതുകൊണ്ടാവാ പട്ടി കൊണ്ടാവാതെ ഇങ്ങനെ നോക്കുകയാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾക്ക് ഒരുപാട് കൃഷിയുള്ളത് കൊണ്ട് ഒരു റൂമിൽ ഞാനാണ് കാവൽക്കാരൻ. മക്കളെ നോക്കുന്ന എല്ലാ മക്കളെയല്ല, 2 ചേച്ചിമാർ, എനിക്ക് താഴെ 4 അനിയന്മാർ. ഏകദേശം ഒരനിയനാണ് കഴിഞ്ഞതിന് ശേഷം നോക്കാൻ നിൽക്കണതിന് എന്നെ. എന്ത് കാവൽക്കാരനാണ്! പക്ഷെ എൻ്റെ അപ്പം ബുദ്ധിമാൻ. ഈ മുട്ടുത്തി അഴിയണ മോനാണ് ഉള്ളത് മക്കള് ആ പ്രായത്തിൽ. അപ്പോൾ ഇങ്ങനെ പടി കിട്ടിയിരിക്കണം, 2 വാതിലാണ് അപ്പുറത്തും. അപ്പോൾ ഓരോ വടി സ്റ്റക്കാക്കി വെച്ചിരിക്കുകയാണ്. നല്ല മിടുക്കനാണ് കാരണന്മാര്, മരപ്പണിക്കാരനൊന്നുമല്ല. ഇങ്ങനെ വടി നിറത്തടി. അതുമ്പോൾ കയറി നിന്ന് അങ്ങോട്ട് നിന്നൊളിക്കും, ഇവിടുന്ന് അവിടെ പോയി അവിടെ കയറി നിന്നൊളിക്കും. ചാടിക്കടന്നു കഴിഞ്ഞാൽ വല്ല പട്ടിയും കൊണ്ടുപോകും. കാരണം നമ്മളിപ്പോഴും നോക്കുന്നില്ലല്ലോ, നമ്മൾ ആ പ്രായം അങ്ങനെയാണല്ലോ. പക്ഷേ ആ ചാണകം വഴിയ ആ റൂമിൽ സിമെൻ്റ് ഇട്ടതല്ലായിരുന്നു. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഓരോ വാതിൽപ്പടിയിൽ ചെല്ലുമ്പോൾ അവിടെ മൂത്രമൊഴിച്ച് കൊച്ചു മൂത്രമൊഴിച്ച് അവിടെ കുഴിയായിരിക്കുകയാണ്. ഒരു ദിവസമല്ലോ പാടത്ത് പണിയെടുക്കാൻ പോകണം. നെൽകൃഷി പണിക്കാരുണ്ട്, ഞാറ് പറിക്കണവർ, ഞാറ് നടണവർ, കൊയ്യണവർ, ഇതൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ പണിക്കാരുണ്ട്. പക്ഷേ കൂടെ നിൽക്കണം, ചെയ്യിപ്പിക്കണം. ഞാനടക്കം നമ്മളൊക്കെ ചുമക്കും. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ടൊക്കെ അങ്ങനെ തന്നെയാണ്. ഞങ്ങളൊക്കെ ഒരു കൃഷിക്കാരായതുകൊണ്ട്
വരമ്പ് കളയ്ക്കണം, കാളേനെ കൂട്ടി പോത്തിനെ കൂട്ടി ഒഴുകണം. 3-ാം ക്ലാസ് മുതൽ ഉഴവ് നമ്മൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട്, ചെയ്യണം 3-ാം ക്ലാസ്സിൽ. ഇന്ന് 10-ാം ക്ലാസ് ചെയ്തവൻ കടത്തിലിറങ്ങോ? ഇറങ്ങാൻ പോയിട്ട് എന്തെങ്കിലും വീട്ടിലൊരു എന്തെങ്കിലും ഒരു പണി ചെയ്യൂല. പക്ഷെ അന്നൊക്കെ ഒരു സ്നേഹമാണ് മക്കളെ. ഹല്ലേലൂയ. അമ്മ അമ്മ മുണ്ട് മുറുക്കി കൊടുത്തിട്ട് വെറും കഞ്ഞിവെള്ളം മാത്രം കുടിച്ചുകൊണ്ട് നടക്കുന്ന എത്രയോ അമ്മമാരുണ്ട് നമ്മുടെ ഭവനങ്ങളിൽ. നമുക്കൊക്കെ വിളമ്പും 6, 7, 9, 8 പാത്രത്തിൽ വിളമ്പുകയാണ്. എന്തോരം വേണം 8 പാത്രത്തിൽ വിളമ്പണമെങ്കിൽ? ലാസ്റ്റ് നോക്കുമ്പോൾ അപ്പോഴും കണക്കവറയിലായിരിക്കും. കണക്കവറയില്ല. അവൾക്ക് അത്രയും കൊടുത്തു, ഇവൻ ഇത്രയും കൊടുത്തു. പക്ഷെ സ്നേഹമാണ്, ഐക്യമാണ്, ഷെയറിംഗ് ഉണ്ട്. ഇന്നത്തെ പോലെ ഒരു വീട്ടിൽ നിന്ന് ഉള്ള ഒരു മോനെ ഉണ്ടെങ്കിൽ അത് സ്വാർത്ഥതയാണ്. അവിടെ ഷെയറിംഗ് ഇല്ല, പങ്കുവെക്കലില്ല. അപ്പമെടുത്ത് വാഴ്ത്തി മുറിച്ചു തന്നു യേശുവിൻ്റെ മനോഭാവം. അതാണ് ഓരോ മക്കൾക്കും. പക്ഷെ നമ്മൾ കഞ്ഞിങ്കലത്തിലേക്ക് നോക്കുമ്പോൾ എന്താണ്? അവിടെ കഞ്ഞിങ്കയിൽ കിടന്ന് ഓടുകയാണ്. കാരണം അതിനകത്ത് ഒരു വറ്റില്ല. അപ്പോഴും അമ്മ പട്ടിണിയാണ്. പക്ഷെ അമ്മയ്ക്ക് അപ്പോഴും സ്നേഹമാണ് മക്കൾ കഴിക്കുന്നത് കാണുമ്പോൾ. എന്നാൽ ഒരു കഞ്ഞി വെക്കണതെങ്ങനെ? നല്ല വിറകുണ്ടോ? ഇന്നത്തെ പോലെ ഗ്യാസ് ഉണ്ടോ? നല്ല വിറകുണ്ടോ? ഇല്ല. പച്ച ചകിരി വെച്ചിരിക്കുകയാണ്. നമ്മുടെ വീട്ടിലൊക്കെ പിന്നെ ഇത്രയും പറമ്പോ ഇതൊക്കെ ഉള്ളവരും കൊണ്ട് വിറകൊക്കെ ഉണ്ട്. ചില വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുപോകും, പട്ടയും വിറകൊക്കെ കൊണ്ട്. അവരൊക്കെ വീട്ടിൽ പുകയുള്ളൂ, തീ കത്തുന്നില്ല. ആ ചാരവും ഒക്കെ നമ്മുടെ അമ്മമാരുടെ ചട്ടയും പൊണ്ണുമൊക്കെ ആയി ഒരു സാമ്പാറിൻ്റെ മണമൊക്കെ ഉണ്ടാവും, ഈ വയർപ്പും കാര്യങ്ങളൊക്കെ. പക്ഷെ ആ വിയർപ്പ്, ആ സാമ്പാറിൻ്റെ മണം, അതൊരു സ്നേഹത്തിൻ്റെ മണമാണ്. ഏതൊരു അമ്മേൻ്റെയും ഏതൊരു അപ്പൻ്റെയും. ഞാൻ അപ്പന് കാലത്തെ കഞ്ഞിയും കൊണ്ട് പാടത്ത് ചെല്ലുമ്പോൾ ഒന്ന് ആലോചിക്കുക. നമ്മൾ ചിന്തിക്കുമോ ഇങ്ങനെയുള്ള പിള്ളേർ? ചിന്തിക്കോ? എന്തുവാ കഞ്ഞി കൊണ്ട് ചെല്ലുമ്പോൾ ആ വരമ്പത്ത് വെച്ച് ആ കഞ്ഞിയും പാത്രത്തിൽ നിന്ന്, ചൂറ്റുപാത്രമാണ്, ഒരു തൂക്കുപാത്രം, അതിനെടുക്ക് ആ ഉഴുത് മറിച്ചിട്ട് ആ ചെളിവെള്ളം തന്നെ വായിൽ ഒഴിച്ചിട്ട് ഒന്ന് കുലുക്കുഴിഞ്ഞിട്ടാണ് കളയും. ഒന്ന് തെളിവെള്ളം എടുക്കണം. എന്ത് തെളിവുള്ളൂ! പക്ഷെ അത്രമാത്രം സ്നേഹമാണ് ഒരു കർഷകൻ ആ മണ്ണിനോട്, ആ ചെളിയോട്, ആ വെള്ളത്തോട്, ആ വേർപ്പോട്, ആ തൊഴിലോട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എന്നിട്ട് എനിക്ക് പങ്ക് തരാൻ വേണ്ടി ഞാനിങ്ങനെ നോക്കി നിൽക്കും. പാവപ്പം കഷ്ടപ്പെട്ട് പണിയെടുക്കുകയാണ്. അതിൽ നിന്നൊരു പങ്ക്, ആ സ്നേഹത്തിൻ്റെ പങ്കാണ് മക്കളെ. മുറിക്കപ്പെടുന്ന മനോഭാവമാണ് അത്. അതാണ് യേശു നമുക്ക് ചെയ്ത മുറിക്കപ്പെടുന്ന മനോഭാവം. ഒരിക്കലും മറക്കരുത്. അപ്പനെ അമ്മയെ മറക്കരുത്. പ്രഭാഷകൻ 3:27, പെറ്റമ്മയെ മറക്കരുത്. പെറ്റമ്മയെ ശപിക്കുന്നവർ അവരുടെ ശാപമേൽക്കേണ്ടി വരും. പെറ്റമ്മയെ പ്രകോപിക്കുന്നവർക്ക് കർത്താവിൻ്റെ ശാപമേൽക്കേണ്ടി വരുന്നു. 7:27 പ്രഭാഷകൻ. കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന നമുക്ക് നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കഴിഞ്ഞ കാലഘട്ടം മറന്നു പോകാതെ. ഇപ്പോൾ ഒരുവിധം കുഴപ്പമില്ലെന്ന് അതല്ല, പാവങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, വേദനിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരോട് കരുണ തോന്നണം. നമുക്ക് എല്ലാവർക്കും ശ്രദ്ധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 5 നിയോഗങ്ങൾ സാധിച്ചു കൊടുക്കണമേ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കണമേ. എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ മക്കളെ. നിങ്ങളുടെ 5 കാര്യങ്ങൾ നടക്കണമേ. ഇവരുടെ ഓരോ തൊഴിലുകളും ആശ്രയിച്ച് അനുഗ്രഹിക്കണമേ. ഇവരുടെ പുണ്യാളത്തിമാരെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടവളാവുന്നു. അങ്ങയുടെ ദൈവത്തിന്മേലമായി ഈശോ അനുഗ്രഹിക്കപ്പെടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും വരണ സമയത്ത് തമ്പുരാന്റെ വേഷമേ.